PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ അധ്യായമാണ്. നമ്മുടെ ഭരണഘടന എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ 2-3 ക്ലാസ്സുകൾ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ആ ക്ലാസ് കൂടി കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ആദ്യത്തേത് പാർലമെൻ്ററി ഭരണ സമ്പ്രദായമാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൗലികാവകാശങ്ങളാണ്. 8 സവിശേഷതകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇങ്ങനെ 8 കാര്യങ്ങളാണ്. അതിൽ പാർലമെൻ്ററി സമ്പ്രദായം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ മൗലിക അവകാശങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് നോക്കാം. ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതികളെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതികളെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരന്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്, അല്ലേ? അപ്പോൾ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഇനി മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഭരണഘടനയിലെ ഈ ഭാഗം വരുന്നത് ശരിക്കും 3ാം ഭാഗത്തിലാണ്. ഭരണഘടനയുടെ 3ാം ഭാഗത്തിലാണ്, പാർട്ട് 3. 3ാം ഭാഗത്തിലാണ് ഇത് വരുന്നത്. പാർട്ട് 3ലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി പാർട്ട് 3 ശരിക്കും പറഞ്ഞാൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളാണ് ഈ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ചോദിക്കാം, മൗലികാവകാശങ്ങൾ അല്ലെ, ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത്? ഭാഗം 3. അതേപോലെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ എന്നുള്ള ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം 3. അപ്പോൾ ഭാഗം 3 എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടും. ആണിക്കല്ല് അത് ഓർക്കാൻ 3 കല്ല് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നോക്കിയാൽ മതി. ആണിക്കല്ല് നമ്മുടെ സർവേ കല്ല് പോലത്തെ 3 കല്ലാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് ഓർക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ 3 സർവേ കല്ല് പോലത്തെ 3 കല്ല് നിങ്ങൾ ആലോചിക്കുക, അല്ലേ? ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് പാർട്ട് 3 ആണ്, അല്ലെങ്കിൽ ഭാഗം 3 ആണ്. അതേപോലെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ഭാഗം 3 ആണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ, ഈ 3 എണ്ണത്തെ അങ്ങനെ സങ്കല്പിക്കുക. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകളായിട്ട് ഈ 3 എണ്ണം കാണാം, അല്ലേ? സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്ന ഭാഗവും ഭാഗം 3 ആണ്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാനും മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും കഴിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമുക്ക് ചില മൗലിക അവകാശങ്ങളൊക്കെ ഉണ്ട്. ആ അവകാശങ്ങൾ നഷ്ടപ്പെടുകയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതി ആ മൗലികാവകാശങ്ങൾ നമുക്ക് സ്ഥാപിച്ചത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ ഒക്കെ നമുക്ക് സമീപിക്കാൻ കഴിയും. അതുകൊണ്ട് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്.
അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട് കേട്ടോ. ഇപ്പം മൗലികാവകാശങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും ചില അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങളിൽ ചിലതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ പറയുന്നതൊക്കെയാണ് ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ബേസിക്. അതായത് എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ ഭാഗം 3 12 മുതൽ 35 വരെയാണെന്ന് പറഞ്ഞു. ഇതിൽ സമത്വത്തിനുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശങ്ങളാണ്. 14 മുതൽ 18 വരെയുള്ളത് സമത്വത്തിനുള്ള അവകാശങ്ങളാണ്. 14 മുതൽ 18 വരെയുള്ളത് സമത്വത്തിനുള്ള അവകാശങ്ങൾ. 14 പറയുന്നത് നിയമസമത്വവും തുല്യനീതിയും സംരക്ഷണവും എന്നാണ്. ആർട്ടിക്കിൾ 15 പറയുന്നത് വിവേചനം പാടില്ല എന്നാണ്. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 പറയുന്നത് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പു നൽകുന്നതാണ്. ആർട്ടിക്കിൾ 17 പറയുന്നത് അയിത്ത നിർമ്മാർജ്ജനമാണ്. ആർട്ടിക്കിൾ 18 പറയുന്നത് ബഹുമതികൾ, അതായത് ടൈറ്റിലുകൾ നിർത്തലാക്കുക എന്നാണ്. അക്കാദമിക്കും മിലിറ്ററി ടൈറ്റിലുകൾ ഒഴികെ ബാക്കിയുള്ള ബഹുമതികളൊക്കെ നിർത്തലാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 14 മുതൽ 18 വരെയുള്ള അവകാശങ്ങളാണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. നമ്മൾ ഈ 14 മുതൽ 18 വരെയുള്ള അവകാശങ്ങൾ പരിശോധിച്ചാൽ അതിൽ നിന്ന് നമുക്ക് സമത്വമാണ് അതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് മനസ്സിലാവും. കാരണം നിയമസമത്വവും തുല്യനീതിയും അതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അടുത്ത പറയുന്ന അടിസ്ഥാന മൗലികാവകാശം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ശരിക്കും ഈ ഒരു ആറ് മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിലുള്ള അവകാശം. ഇങ്ങനെ 6 തരത്തിലുള്ള അവകാശങ്ങളാണ്, മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത്. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് 6 തരത്തിലെ അവകാശങ്ങൾ ആദ്യത്തേതാണ് സമത്വത്തിനുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അത് 19 മുതൽ 22 വരെയാണ്. 19 മുതൽ 22 വരെയുള്ളത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അതുപോലെ ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയാണ്. പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയും. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30 വരെയും. ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശം 32 മുതൽ 35 വരെ പറയുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, മൗലികാവകാശങ്ങൾ എത്ര എണ്ണമുണ്ട്? 6 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, അതേപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ അവകാശം. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അതിൽ സമത്വത്തിനുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്ക് കാണാൻ പറ്റുന്നത് ഭരണഘടന എടുത്തിട്ട് അതിൻ്റെ ഭാഗം 3 എടുത്തിട്ട് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ നോക്കിയാൽ അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ്, അല്ലേ? അതേപോലെ 23 മുതൽ 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് 29-ലും 30-ലും പറയുന്നത്. അതേപോലെ 32 മുതൽ 35 വരെയുള്ളത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്തും ഇത്രയും മൗലികാവകാശങ്ങൾ നമുക്കുണ്ട്, എങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. ഇത്രയും മൗലികാവകാശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ, അടിയന്തരാവസ്ഥ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മൗലികാവകാശങ്ങളിൽ മിക്കതും റദ്ദാക്കപ്പെടും. പക്ഷേ ചിലത് മാത്രം നിലനിൽക്കും. അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20, 21 എന്ന് പറയുന്നത്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയോടെയാണ് ഇത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാതെ ആയത്. അതായത് ആർട്ടിക്കിൾ 20, 21 1978 44-ാം ഭരണഘടനാ ഭേദഗതിയോടെയാണ്, അതായത് ആർട്ടിക്കിൾ 20ഉം 21ഉം അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാതെ ആയത്. ആർട്ടിക്കിൾ 20ഉം 21ഉം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്.
അപ്പോൾ അടിയന്തരാവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഈ മൗലികാവകാശങ്ങൾ മിക്കതും റദ്ദ് ചെയ്യപ്പെടും. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത 2 അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20ഉം 21 എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. ആർട്ടിക്കിൾ 20 പറയുന്നത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല എന്നാണ്. അതുപോലെ ആർട്ടിക്കിൾ 20 തന്നെ മറ്റൊരു 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. രണ്ടാമത് പറയുന്നത് ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. കാരണം ഒരു കുറ്റം ചെയ്തു, അതിനൊരു തവണ ശിക്ഷിച്ചു, അതേ കുറ്റത്തിന് പിന്നെയും ശിക്ഷിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. അതായത് മനഃപൂർവ്വം അയാളെ ചതിയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇതാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 20 അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്തതാണ്. മനസ്സിലായോ? അപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല, ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല, ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പാടില്ല. അപ്പോൾ ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്തതാണ്. അതേപോലെ ഒരെണ്ണമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഇത് രണ്ടുമാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്തത്. എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ ഉണ്ടായാൽ ബാക്കിയെല്ലാ മൗലികാവകാശങ്ങളും നമുക്ക് നിഷേധിക്കപ്പെടും. ആർട്ടിക്കിൾ 20ഉം 21ഉം നമുക്ക് നിഷേധിക്കപ്പെടില്ല. നമുക്കതിൻ്റെ ആ ഒരു ഇത് അനുഭവിക്കാം. നമുക്ക് ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 20 പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് 21. ഇപ്പം മനസ്സിലായല്ലോ. മൗലികാവകാശങ്ങൾ 6 തരത്തിലെ മൗലികാവകാശങ്ങളുണ്ട്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം. അപ്പോൾ ഇതൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ഇതിൽ മിക്കതും റദ്ദായി പോകും. നമുക്ക് ആ മൗലികാവകാശങ്ങളൊന്നും ലഭിക്കില്ല. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് 20, 21 മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ 20, 21 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള ഇത് നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന പൊതുവിദ്യാലയങ്ങളിൽ കാണുന്ന ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? വിദ്യാഭ്യാസ അവകാശം, സർവശിക്ഷ അഭിയാൻ, സർവരും പഠിക്കുക, സർവരും വളരുക. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് അല്ലേ? ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണെന്നാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്യം നിറവേറ്റുന്നതിനുള്ള സർക്കാരിൻ്റെ പദ്ധതികളിലൊന്നായ സർവശിക്ഷ അഭിയാന്റെ ലോഗോയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് വിദ്യാഭ്യാസ അവകാശമാണ്. അതിൽ പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും പറയുന്നു. അല്ലേ? ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, ഒരു പ്രോഗ്രാമാണ് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ലോഗോയാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമുക്ക് അതൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം എന്ന് പറയുന്നത് ഭാഗം 3. മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗം 3. ഇത് ചോദിച്ചിട്ടുണ്ട് 2018 ഫീമെയിൽ പ്രിസൺ ഓഫീസർക്ക്. ഇനി നമ്മുടെ 10th പ്രിലിംസിൽ 2021 ഫേസ് 1 ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മൗലികാവകാശങ്ങളാണ്. അതേപോലെ ഫേസ് 4 2021 10th പ്രിലിംസിൻ്റെ ഫേസ് 4 ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് എന്ത്? ആ ഒരു ക്വസ്റ്റ്യൻ അത് മൗലികാവകാശങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടും ചോദിച്ചിട്ടുണ്ട്. അത് എന്താണ് ആ പാർട്ട് 3 പറയുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി ഫേസ് 4 വേറൊരു ചോദ്യമുണ്ട്. അതായത് 10th പ്രിലിംസിൻ്റെ ഫേസ് 4 2021 മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? അത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നിരന്തരം മാറിയ പ്രിലിംസിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി ചോദിച്ചിട്ടുണ്ട്. ഇനി മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്.
അതേപോലെ ഭരണഘടനയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്ന 12 മുതൽ 15 വരെയാണ്. അമേരിക്കയുടെ ഇതിൽ നിന്ന് ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം എടുത്തിട്ടുള്ളത്. അടുത്തത് 10th പ്രിലിംസിന്റെ ഫേസ് 1 2021 ചോദിച്ചിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 24ാം ഭേദഗതിയാണ്. അത് ഭേദഗതി പഠിക്കുമ്പോൾ നമുക്ക് വരുന്നുണ്ട് അതിൽ. ഇനി മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാനും മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും കഴിയും. മൗലികാവകാശങ്ങളുടെ സംരക്ഷണം എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇനി അടുത്തത് 2021 10th പ്രിലിംസിന്റെ ഫേസ് 1 ചോദിച്ചതാണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്ന്. അത് അനുച്ഛേദം 16 കേട്ടോ. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം നൽകുന്നത് അനുച്ഛേദം 16. അതുപോലെ തന്നെ 2021 ഫേസ് 2nd ഫേസിൽ 10th പ്രിലിംസിന്റെ 2nd ഫേസിൽ ചോദിച്ചതാണ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അത് ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവുമാണ്. ആർട്ടിക്കിൾ 15 പറയുന്നത് വിവേചനം പാടില്ല എന്നാണ്. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വമാണ്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണെന്നാണ്. അത് ആർട്ടിക്കിൾ 359 പ്രകാരമാണ്. അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആർട്ടിക്കിൾ 20, 21. ഇത് അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന ആർട്ടിക്കിളുകളാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ ശരിക്കും മൗലികാവകാശങ്ങൾ 7 എണ്ണമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം നോക്കിയേ, ഇപ്പം 6 എണ്ണേ ഉള്ളൂ അല്ലേ. ഇപ്പം നിലവിൽ 6 എണ്ണേ ഉള്ളൂ. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇത് മൗലികാവകാശങ്ങൾ 7 എണ്ണം ഉണ്ടായിരുന്നു. ഈ 7ാമത്തേതെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്വത്തവകാശമായിരുന്നു. ആ സ്വത്തവകാശം ഇപ്പോൾ ഒരു മൗലികാവകാശമല്ല, പകരം നിയമപരമായ ഒരു അവകാശമാക്കി മാറ്റിയിട്ടുണ്ട്. ജനതാ ഗവൺമെൻറ് 1978 സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ചെയ്തത്. 1978 വരെ ശരിക്കും മൗലികാവകാശങ്ങൾ 7 എണ്ണം ഉണ്ടായിരുന്നു. 1978 ആയപ്പോഴത്തേക്കും ജനതാ ഗവൺമെൻറ് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് 1978 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ അതൊരു നിയമപരമായ അവകാശമാക്കി മാത്രം മാറ്റി. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അത് കറാച്ചിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനമാണ്. 1931 ഈ മൗലികാവകാശങ്ങളുടെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് കറാച്ചി കോൺഗ്രസ് മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചിയിലെ 1931 നടന്ന സമ്മേളനമാണ്. അതിൽ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഇനി ഭാവിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലികാവകാശങ്ങളെന്ന് പ്രഖ്യാപിച്ചൊരു കോൺഗ്രസ് സമ്മേളനമുണ്ട്. അത് 1927 മദ്രാസ് സമ്മേളനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. നമുക്കത് തൽക്കാലം മൗലികാവകാശങ്ങൾ നിർത്താം. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് മൗലിക കടമകളാണ്. മൗലികാവകാശങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ള മൗലിക കടമകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ നടത്താറുണ്ട്. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്